യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ അമ്മ നാളത്തെ സദ്യക്ക് വേണ്ടി എന്തൊക്കെ കറികളാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് ചോദിക്കാം. അമ്മ നാളത്തെ കറിക്ക് നാളത്തെ സദ്യക്ക് എന്തൊക്കെയാണ് കറികൾ? ഇഞ്ചി, നാരങ്ങ, മാങ്ങ, പച്ചടി, അവിയൽ, തോരൻ, അത്രേ ഉള്ളോ? സാമ്പാർ, അത്രേ ഉള്ളൂ? പരിപ്പ്, ഉപ്പേരി, പായസം, രസം, അമ്മ ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണത് കറി. ഇതിപ്പോ എന്തൊക്കെയാണ് ചേർത്തേക്കണം? ചേർത്തിക്കണം ഉള്ളി, മുളക്, ഉള്ളി, മുളക്, ബാക്കി പറയാം. ഇത്ര ചേർത്തിട്ടുള്ള ഇഞ്ചി വറുത്ത് വെച്ചേക്കണം. ഓക്കെ. മഞ്ഞൾപ്പൊടി ഇട്ട് ഇതെന്തിനാ മാമ? ഇതെന്തിനാ ഇതിനകത്ത് കേൾക്കണം? മല്ലിപ്പൊടി ഇട്ട് ഓക്കെ. ഇനി ഇതെന്തിനാ അമ്മ അമ്മ ഇതെന്തിനാണ് ചേർത്തേക്കണത്? ഇതിനകത്ത് അരയ്ക്കാൻ വേണ്ടിട്ട് ഇഞ്ചി മൂപ്പിച്ച് വെച്ചേക്കണം. ഇഞ്ചി മൂപ്പിച്ചൊക്കെയാണ്. ചിക്കൻ പൊരിഞ്ഞ പോലെയുണ്ട്. ഇനി ഇത് അരയ്ക്കാം. അരച്ചിട്ട് വരാം. നമ്മ ഇത് എത്ര പ്രാവശ്യമാണ് കറക്കേണ്ടത്? അതിലോട്ട് ഇനി മിക്സ് ചെയ്യണം മാമ. മാസത്തിലെ വാവിന് ആ സാധനങ്ങൾ ഞങ്ങളിപ്പോ കാണിച്ചു. ഇഞ്ചിക്കറിയല്ലേ? ഇഞ്ചിക്കറിയാണ്. ഇഞ്ചിക്കറിന് പാചകം അറിയാമോ കാർത്തിക്? ഇല്ല. ഇല്ലേ? ഇല്ല. ഇല്ലേ? ഇഞ്ചി വറക്കും കേട്ടാ. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് നന്നായിട്ട് എണ്ണയിൽ ഇഞ്ചിക്കറി വെക്കുന്നത് നമ്മൾ നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം അത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കും. എന്നിട്ട് ചെറുതായിട്ട് ഉള്ളി അരിഞ്ഞ് ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടെ അരിഞ്ഞിട്ട് അതിനെ കടു വറുത്ത് അതിനെ മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇവയെല്ലാം ഇട്ട് അതിനുശേഷം നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന സാധനത്തിന് പൊടി വറുത്ത് വെച്ചേക്കുന്ന സാധനത്തിന് അരച്ചെടുത്ത് മാറ്റിക്കണം. അതിൻ്റെ ഇടയിൽ തന്നെ ഇതിലേക്ക് പുളി പിഴിഞ്ഞെടുത്ത് ആ വെള്ളവും ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഉപ്പ് നോക്കണം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പൊക്കെ പാകത്തിനാണോ എന്നൊക്കെ നോക്കണം. അതിനുശേഷം നമ്മൾ ഈ അരച്ച് പൊടിച്ചെടുത്ത സാധനം ഇതിലേക്ക് ആഡ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി തിളപ്പിക്കുന്നതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് ഇപ്പം നമ്മൾ ഉലുവ പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് കുറച്ച് ഉലുവയും കൂടെ ഇട്ടാണ് ഇപ്പം ഇത് ഇങ്ങനെ വറ്റി അതിനൊരു എണ്ണ തെളിയണ ഒരു പരുവാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം എന്ന് പറയണത്. പപ്പിനെ കാച്ചിട്ടില്ല.
ഇപ്പൊ പൊട്ടൂടെ, ഇപ്പൊ കുഞ്ഞി. എന്ത്? മഴയ്ക്കൊരു കുഴപ്പമില്ല, പോവാം. എന്തായാലും കുഴപ്പമൊന്നുമില്ല. നാളെ സദ്യ എന്തിനാണെന്ന് നമുക്കൊന്നും കൂടി നോക്കാം. വെളുത്തുള്ളിയാ? അമ്മ ഇപ്പൊ ഈ കറി റെഡിയായോ? ആഹാ, പെട്ടെന്നായി കഴിഞ്ഞാൽ നേരെ നാളെ ഇതിലോട്ട് പോവല്ലേ, പായസത്തിലോട്ട്. ആകെ കാർത്തിക പായസം മാത്രം മതി. അമ്മ ഇതെല്ലാം അരിഞ്ഞിട്ടുണ്ട്, പക്ഷെ മാങ്ങ മാത്രം അരിഞ്ഞിട്ടില്ല. ഇത് കണ്ടോ, എല്ലാം അരിഞ്ഞിട്ടുണ്ട്. വെളുത്തുള്ളി അരിഞ്ഞിട്ടുണ്ട്, ഇഞ്ചി അരിഞ്ഞിട്ടുണ്ട്, പച്ചമുളകും അരിഞ്ഞിട്ടുണ്ട്. എല്ലാം നോക്കേണ്ടതുണ്ട്. ചേർക്കും. ഇതിലിപ്പം കടുവും ഉലുവയുമാണ് ഇട്ടേക്കുന്നത്. അതിന് ഇനി നന്നായിട്ട് വറുത്തെടുത്ത് പൊടിച്ച് നമ്മൾ മാങ്ങയിലോട്ട് ചേർക്കുന്നതാണ്. ഇനി ഇന്ന് സ്കൂളിൽ എന്തിനായിരുന്നേ വിശേഷമൊക്കെ? ഇന്ന് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു, ഫസ്റ്റിന്റെ ഒക്കെ. ഓഹോ, നീ എന്തിന്റെ ചേർന്നായിരുന്നു? മൈമ. ആഹാ, ഫ്രൈഡേ എന്റെ മോളായിട്ടുണ്ടായിരുന്നു. ഇന്ന് മൈം എങ്ങനെ ഉണ്ടായിരുന്നു? അല്ലാതെ കിട്ടിയാ? 44 മാർക്സ്. 44 മാർക്ക് എന്ന് വെച്ചാൽ മാർക്കെന്നും പറയാം. 46 മാർക്കും. അപ്പൊ ഗാന്ധി ഹൗസ് ആണല്ലേ ഫസ്റ്റ്? സെക്കൻഡ് ആര്? പിന്നെ സുഭാഷ് സെക്കൻഡ്. അപ്പൊ നിങ്ങക്ക് വല്ലത് കിട്ടിയാടേ? തേർഡ്. ഇപ്പൊ എന്തിനെണ്ണ ഒഴിച്ചത്? നല്ലെണ്ണയാണ് ഇവിടെ ഒഴിച്ചത്. നമ്മള് മാങ്ങ അച്ചാർ ഇടാൻ പോവുകയാണ് കേട്ടോ. അതിന് നല്ലെണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് മാങ്ങ എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. ഇനി മാങ്ങ. നല്ല പച്ചമാങ്ങ അരിഞ്ഞ് വെച്ചേക്കാണ് കേട്ടോ. കൊടുത്തിരിക്കുന്നു പച്ചമാങ്ങ. ഓ, കൂടും. ഇപ്പൊ അമ്മാമ്മയില്ലേ കടു വീണ്ടും ചേർത്താം മാമ. കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇഞ്ചിക്കറി അടിപൊളിയായിട്ട് റെഡി. പച്ചമുളകല്ലേ? കൂടെയൊക്കെ ഇട്ടിട്ടുണ്ട്. കരിവേപ്പില ഒരു 2 തണ്ടെങ്കിലും, 2 തണ്ടിൽ കൂടുതൽ ഇടുന്നുണ്ട് നമ്മൾ. കരിവേപ്പില നമ്മളെ ഫേവറേറ്റ് സാധനമായതുകൊണ്ട് നമ്മൾ ആവശ്യം പോലെ വാരി ചേർക്കുന്നത്. നന്നായി മൂപ്പിച്ചെടുക്കണം. എന്തിനാ മാമ? ഓ, ഇഞ്ചി ചതക്കണം. നമ്മുടെ കാർത്തിയാണ് പാചകം ചെയ്യുന്നത്. കാർത്തി പാചകം ചെയ്യാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പാചക കലാകാരനാണ് നമ്മുടെ കാർത്തി. കടുക് ഉലുവ ഞാൻ അടിച്ചു തരാം മാമ. ഇടിഞ്ഞാ ചെറുതായിട്ടും കൂടെ. ഓക്കെ, ഇപ്പൊ ഇടിഞ്ഞു. ഇതെന്തരാ?
ഇപ്പൊ ചെറിയ ബ്രൗണിഷ് കളറായ മാമ. ഓക്കേ. ആണോ? നാളെ മാമ എവിടെന്നാണ് ബലിയിടണത്? ഇപ്പൊ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. ബ്രൗൺ ഷെയ്ഡായപ്പം തീ അങ്ങ് ഓഫ് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികൾ ആഡ് ചെയ്യാൻ പോവാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ കാർത്തി എന്തിരിട്ടടാ? മുളക് പൊടി ഇടും അല്ലേ? മുളക് പൊടി നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇടാം. ഇവിടെ എരിവിനനുസരിച്ചിട്ടാ മതി. എരിവ് കൂടുതൽ വേണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഇടണ്ട, ഒരു 1.25 മതി. എരിവ് കുറച്ച് മതിയെങ്കിൽ ഒരു 1 ടേബിൾ സ്പൂൺ എങ്കിലും മതി. നന്നായിട്ട് ഇളക്കണം. ഇതെല്ലാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ചെയ്തിരിക്കുന്നത്. ഇനി പുളിപ്പുണ്ട ഇഷ്ടം പോലെ ഉണ്ട്. ആദ്യം ഇതിൻ്റെ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഉപ്പൊക്കെ ഇട്ട വെള്ളമാണ്. ആദ്യമേ മാങ്ങ അരിഞ്ഞ് ഉപ്പ് ഇട്ട് വെച്ചിരുന്നു, ഉപ്പും കായും. അതിനുശേഷം എന്താ മാങ്ങ തട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ മിക്സ് ചെയ്യുകയാണ്. വീണ്ടും കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു. അച്ചാർ റെഡി. ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് അതിനെ മിക്സ് ചെയ്ത് നമ്മുടെ മാങ്ങ അച്ചാർ റെഡി. അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതുകൂടാതെ ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച സാധനവും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ചതച്ചതല്ല, പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ പൊടിച്ച് വെച്ച സാധനവും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് കടുവും ഉലുവയും കൂടെ വറുത്ത് പൊടിച്ചാണ് ഇട്ടിരിക്കുന്നത്. മാങ്ങ അച്ചാറപ്പം റെഡി. അങ്ങനെയുണ്ട് മാങ്ങ അച്ചാറ്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ മാമ. ടേസ്റ്റ്